ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പകയും സംശയവും കനലായി പടർന്നാൽ അയാൾ എത്രത്തോളം ഭയാനകമായ ഒരു മൃഗമായി മാറും. തൻ്റെ കുടുംബം തകരാൻ കാരണം അയൽവാസികളാണെന്ന ഒരൊറ്റ സംശയത്തിൻ്റെ പേരിൽ ഒരേ കുടുംബത്തിലെ 3 നിരപരാധികളായ മനുഷ്യരാണ് അയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേരളക്കരയെ ഒന്നകെ ഞെട്ടിച്ച് നെന്മാറ കൊലപാതക പരമ്പര. 2019 ആദ്യ കൊലപാതകം. തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിലിറങ്ങിയ ശേഷം അതേ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കൂടി കൊന്നൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച പോത്തുണ്ടി മാട്ടായി സ്വദേശി ചെന്താമര എന്ന കൊടും കുറ്റവാളിയുടെ ചോരക്കളി. വ്യക്തികളുടെ വിവരങ്ങളും സംഭവവികാസങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. പാലക്കാട് ജില്ലയിലെ നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഈ ക്രൂരമായ സംഭവങ്ങൾ നടക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത അയൽവാസികളായിരുന്നു ചെന്താമരയും സുധാകരൻ എന്ന വ്യക്തിയും കുടുംബവും. സുധാകരനും ഭാര്യ സജിതയും സുധാകരൻ്റെ 74 വയസ്സുള്ള അമ്മ ലക്ഷ്മിയും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. തുടക്കത്തിൽ സാധാരണ അയൽവാസികളായിരുന്നെങ്കിലും കാലക്രമേണ ചെന്താമരയുടെ മനസ്സിൽ സംശയത്തിന് വിത്ത് പാകപ്പെട്ടു. ചെന്താമരയുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. തൻ്റെ കുടുംബം തകർന്നത് അയൽവാസി സുധാകരനും ഭാര്യ സജിതയുമാണെന്ന് ചെന്താമര ഉറച്ചു വിശ്വസിച്ചു. ഈ പക അയാൾ വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നു. 2019 ചെന്താമരയുടെ ആദ്യത്തെ ക്രൂരകൃത്യം. വീടിന് പുറത്തിറങ്ങിയ സജിതയെ ചെന്താമര കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി. ഈ കേസിൽ നെന്മാറ പോലീസ് ചെന്താമരയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. കേസിന് വിചാരണ പൂർത്തിയാക്കി കോടതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. സജിതയുടെ ദാരുണമായ മരണത്തോടെ സുധാകരനും മക്കളായ അഖിലയും അതുല്യയും തകർന്നുപോയി. എന്നാൽ തടവറയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും ചെന്താമരയുടെ ഉള്ളിലെ പക അണഞ്ഞിരുന്നില്ല. തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുധാകരനെയും കുടുംബത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. വർഷങ്ങൾക്ക് ശേഷം സാങ്കേതിക കാരണങ്ങളാൽ ഹൈക്കോടതിയിൽ നിന്ന് ചെന്താമരയ്ക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിറങ്ങിയ അയാൾ നേരെ എത്തിയത് പോത്തുണ്ടിയിലെ പഴയ വീട്ടിലേക്കാണ്. 2025 ജനുവരി 27 തിങ്കളാഴ്ച രാവിലെ. നേരം വിളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ സുധാകരനെ കാത്ത് ആയുധവുമായി ചെന്താമര ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സുധാകരൻ വീടിന് പുറത്തിറങ്ങിയതും ചെന്താമര ഒട്ടും ദാക്ഷിണ്യമില്ലാതെ കൊടുവാളുമായി പാഞ്ഞെടുത്ത് വെട്ടിവീഴ്ത്തി. സുധാകരൻ്റെ നിലവിളി കേട്ട് വീടിനുള്ളിൽ നിന്ന് ഓടിയെത്തിയ 74-കാരിയായ അമ്മ ലക്ഷ്മി മകനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വയോധികയുടെ പോലും യാതൊരു ദയയും കാണിക്കാതെ ചെന്താമര ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിവീഴ്ത്തി. മിനിറ്റുകൾക്കുള്ളിൽ അമ്മയും മകനും രക്തത്തിൽ കുളിച്ച് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു. ഇതോടെ ആ കുടുംബത്തിലെ 3 ജീവനുകളാണ് ചെന്താമര എന്ന ഒറ്റ മനുഷ്യൻ എടുത്തത്. നാടേ നടുക്കി ഇരട്ട കൊലപാതകത്തിന് ശേഷം പ്രതി ചെന്താമര ഓടിക്കയറിയത് തൊട്ടടുത്തുള്ള പോത്തുണ്ടി മാട്ടായി വനമേഖലയിലേക്കായിരുന്നു. പ്രതി ആയുധവുമായി കാട്ടിൽ ഒളിച്ചിരിക്കുന്നെന്ന വാർത്ത പരന്നതോടെ നെന്മാറയിലെ നാട്ടുകാർ ഭീതിയിലായി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലം വളഞ്ഞു. ഡ്രോണുകൾ, ഡോഗ് സ്ക്വാഡ്, തണ്ടർ ബോട്ട് സംഘം എന്നിവർ കാടഴിച്ചു ഇറക്കി. മണിക്കൂറുകൾ നീണ്ട കഠിനമായ തെരച്ചിലിനൊടുവിൽ ജനുവരി 28 രാത്രിയോടെ കാട്ടിലെ പാറക്കെട്ടിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ചെന്താമരയെ പോലീസ് സാഹസികമായി പിടികൂടി. ചോര പുരണ്ട ആയുധവും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. നെന്മാറ പോലീസിന് മികവുറ്റ അന്വേഷണത്തിലൂടെ അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കളായ അഖിലയും അതുല്യയും നൽകിയ മൊഴികളും ശാസ്ത്രീയ തെളിവുകളും കേസിൻ്റെ നിർണായകമായി. കോടതിയിൽ വിചാരണ വേളയിൽ പോലും ചെന്താമര യാതൊരു മനസ്താപവും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് ക്രൂരമായ ആഴം വ്യക്തമാക്കുന്നു. കേസ് അപൂർവം എന്ന് വിലയിരുത്തിയ കോടതി കൊടും കുറ്റവാളിയെ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് നീതിപീഠം അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകി. അമ്മയും അച്ഛനും മുത്തശ്ശിയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയ അഖിലയ്ക്കും അതുല്യയ്ക്കും ഈ വിധി ജീവിതം തിരിച്ചു നൽകില്ലെങ്കിലും നീതി നടപ്പിലാക്കിയെന്ന് സമാധാനം നൽകുന്നു. ഈ ദാരുണ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.